പോലീസിനെ കുറിച്ച് പൊതുവെ പലപ്പോഴും പരാതികൾ ഉയർന്നു വരാറുണ്ട്. പക്ഷെ ഇതിനിടയ്ക്ക് ചില നന്മകളും നടക്കാറുണ്ട്. അത്തരം ചില നന്മ കാഴ്ചകൾ നമ്മുടെ മുന്നിലേക്ക് പലതവണ ഉയർന്നു വരാറുമുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം കണ്ട ഒരു നന്മയുടെ കാഴ്ചയാണ് ഇനി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത് സംഭവം നടന്നത് കോട്ടയം ബേക്കർ ജംഗ്ഷനിലാണ്. രാത്രി യാത്ര ചെയ്യുകയായിരുന്ന ഒരാളുടെ വാഹനം കേടായപ്പോൾ അത് നന്നാക്കി കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കാഴ്ചയാണ് ഈ കണ്ടത്. അഭിഭാഷകനായ ശ്രീജിത്ത് പെരുമനയാണ് ഈ വീഡിയോ പകർത്തിയത്. എന്തായാലും ഇതിലെ പോലീസുകാരെവിടെ എന്നുള്ള അന്വേഷണത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. ആ പോലീസുകാർ ഇപ്പോൾ നമ്മോടൊപ്പം, അവരിപ്പോഴും ഡ്യൂട്ടിയിൽ തന്നെ തുടരുകയാണ്, എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഇത് അഫ്സൽ, അദ്ദേഹം കൺട്രോൾ റൂമിലെ SI ആണ്. ഒപ്പം തന്നെ ഈ ഡ്രൈവർ, ഇദ്ദേഹമാണ് ഈ വാഹനം ശരിയാക്കി കൊടുത്തത്. എന്താണ് അന്ന് നടന്നതെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. എന്തായിരുന്നു സാർ അന്ന് ഉണ്ടായത്? അന്ന് ഞങ്ങൾ ബേക്കർ ജംഗ്ഷനിൽ ഒരു വാഹന പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരു ശബ്ദം കേട്ട് ഞാൻ റോഡ് ക്രോസ് ചെയ്ത് ചെന്ന് നോക്കിയിട്ട് വാഹനങ്ങളൊന്നും കണ്ടില്ല. അപ്പം കുറച്ച് മുന്നേ ഒരു ബൈക്ക് നിർത്തിയിട്ടുണ്ട്. ആള് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, സാർ എൻ്റെ ബൈക്ക് ഞാൻ വീഴേണ്ടിയായിരുന്നു, എന്തോ ഒരു കംപ്ലൈൻറ്റ് വന്ന് ബ്രേക്ക് ജാം ആയതാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഇത് സഹായിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഈ ഇദ്ദേഹത്തിന് ആഷിദിന് അത്യാവശ്യം മെക്കാനിക്കൽ വർക്കുകളൊക്കെ അറിയാവുന്നതാണ്. ആഷിദ് നമ്മുടെ അതിൽ നിന്ന് ടൂൾസ് എടുത്ത് ആഷിദ് തന്നെ പോയി ശരിയാക്കി കംപ്ലീറ്റ് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റി കൊടുത്ത് വണ്ടി ഓടിക്കാവുന്ന കണ്ടീഷനിലായി കൊടുത്ത് ആൾ വന്ന് നമ്മളോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. ഒരു അപകടം സംഭവിക്കേണ്ടതായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും നല്ലൊരു അപകടം സംഭവിച്ചതിന് അതിലൊരു മനുഷ്യജീവൻ രക്ഷിക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ടായി. എന്തായിരുന്നു പെട്ടെന്ന് ഇതിപ്പോ ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ ഇടപെടാറുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഇടപെടാറുണ്ട്. നമ്മൾ നൈറ്റിൽ ഇതിനു മുമ്പും പല ഇതുപോലുള്ള സംഭവങ്ങളുണ്ടായി. അത്യാവശ്യം വർക്ക് അറിയാവുന്നതുകൊണ്ട് ചെയ്ത് കൊടുത്ത് വിടാറുണ്ട്. ഇത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിഞ്ഞോ? പെട്ടെന്ന് അത് ഈ ന്യൂ മോഡൽ വാഹനമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ്, അത് ജാമായിപ്പോയി. അത് പിന്നെ ഞാൻ ലൂസ് ചെയ്ത് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുത്ത് വിട്ടായിരുന്നു. ഫുള്ള് ടാങ്ക്സ് ഒക്കെ പറഞ്ഞാണ് പോയത്. ഈ പെട്ടെന്ന് പോലീസിനെ സംബന്ധിച്ച് ഇതൊന്നും ഇപ്പൊ ട്രാഫിക് നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേസ് എടുക്കുകയോ ഇത്തരം കാര്യങ്ങളൊന്നും അല്ലാതെ ഇതും പോലീസിന്റെ ഒരു പണിയാണെന്നുള്ള ഒരു ഫീൽ ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മള് എന്ന് പറഞ്ഞാൽ പോലീസ് എന്ന് പറഞ്ഞാൽ സേവനം കൂടിയാണല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. ഞങ്ങൾ ഇതിനു മുമ്പ് പല സന്ദർഭങ്ങളിലും ഇങ്ങനെ സംഭവങ്ങളുണ്ടായിരുന്നു. ഇതിനു മുന്നേ ഒരു കോഴിയായിട്ട് വന്നൊരു വാഹനം ബേക്കർ ജംഗ്ഷനിൽ വെച്ച് ആ കയറ്റത്ത് വെച്ച് ഓഫ് റോഡായിട്ട് മൊത്തം ബ്ലോക്കായിരുന്നു. അത് അവർക്ക് ശരിയാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആഷിദാണ് അതിൻ്റെ വാഹനത്തിൻ്റെ അടിയിൽ കയറി കംപ്ലീറ്റ് അതിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് ക്ലിയർ ആക്കി കൊടുത്തു. അവർ തന്നെ അത്ഭുതപ്പെട്ടു പോയി അത് റെഡിയാക്കിയപ്പോൾ. അവർ ഭയങ്കരമായിട്ട് നന്ദിയൊക്കെ പറഞ്ഞിട്ട്. ഈ ഇത് നേരത്തെ ചെറുപ്പം തൊട്ട് പഠിച്ചാണോ അതോ എങ്ങനെയാണ്, ഒരു താല്പര്യമാണോ? ഞാൻ വണ്ടിയോട് ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പം എൻ്റെ വീടിൻ്റെ താഴെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പം സ്കൂളിൽ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് അവധി സമയത്ത് അവിടെ പോയി നിന്ന് വർക്ക് കണ്ടു. അത്യാവശ്യം ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്ത് അങ്ങനെ പഠിച്ചാണ്. അല്ലാതെ വേറെ സർട്ടിഫിക്കറ്റ് ആയിട്ട് പോയി എങ്ങും പഠിച്ചിട്ടൊന്നുമില്ല. പുതിയ വണ്ടിയാണെങ്കിലും പെട്ടെന്ന് അത് പഠിച്ചെടുത്തു അല്ലേ? അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ അത്യാവശ്യം വർക്ക് അറിയാവുന്ന പല വണ്ടികളുടെ വർക്ക് ചെയ്തുകൊണ്ട് അത്യാവശ്യം നമുക്കറിയാൻ പറ്റും. അങ്ങനെയാണ് ചെയ്തത്. പോലീസിനെ കുറിച്ച് പൊതുവെ ആളുകളൊക്കെ പലപ്പോഴും നെഗറ്റീവ് വാർത്തകളൊക്കെ വരാറുണ്ട്. അപ്പം ശരിക്കും പോലീസിനെ കുറിച്ചുള്ള നന്മ കൂടി സ്വാഭാവികമായിട്ടും അറിയണം എന്ന് തോന്നിയിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെടുന്ന കാണുമ്പോഴേ ഒരു പോസിറ്റീവ് വശം കൂടി ഉണ്ടല്ലോ പോലീസിന്. തീർച്ചയായിട്ടും ഉണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ DPC കാർത്തിക് സാറ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭയങ്കര സപ്പോർട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര തരുന്നു. എന്തായാലും അതാണ് ഇവർ പറയുന്ന ഒരു കഥ. ഇതില് സാധാരണഗതിയിൽ വഴിയിൽ പെട്ടു പോകുന്നവരൊക്കെയാണ് ഈ ഒരു അപകട സത്യത്തിൽ ഇതൊരു ജീവൻ രക്ഷിക്കൽ കൂടിയാണ്. വഴിയിൽ പെട്ടുപോകുന്നവർക്ക് ഒരു അടിയന്തര സഹായം ഇവർ എത്തിച്ചു എന്ന് പറയുമ്പോൾ അതിൽ പെട്ടുപോയവർക്ക് അറിയാം അത് എത്രത്തോളം വലിയൊരു കാര്യമാണ് എന്നുള്ളത്. എന്തായാലും ഇവർ കർമ്മനിരതരായി തന്നെ ഇന്നിപ്പോൾ തിരുനക്കരയാണുള്ളത്. തിരുനക്കരയിൽ തുടരുന്ന ഒരു കാഴ്ചയാണുള്ളത്. എന്തായാലും ഇത്തരം വാർത്തകൾ പോലീസിനെ കുറിച്ച് നല്ലത് മാത്രം പ്രചരിക്കട്ടെ എന്ന് വിചാരിച്ചു കൂടിയാണ് ഇത്തരം പോസിറ്റീവ് വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. കോട്ടയത്ത് നിന്ന് News 18 വേണ്ടി G. ശ്രീജിത്ത്.